ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ്. ബംഗ്ലാദേശിലെ ഒരു സുപ്രധാന മാധ്യമമായിട്ടുള്ള ദ ബ്ലിറ്റ്സ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലേക്ക് നവംബർ 13 ഒരു കപ്പൽ എത്തി. ആ കപ്പൽ എന്ന് പറയുന്നത് ഒരു പനാമ പതാകയുള്ള ചൈനീസ് കപ്പലാണ്. ആ കപ്പലിന്റെ പേര് യുവാങ് ജിയാങ് ഫ്രായാൻ എന്നാണ് ആ കപ്പലിന്റെ പേര്. ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് 70ഓളം പാകിസ്ഥാനി ഭീകരവാദികളാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഈ ഭീകരവാദികൾ കപ്പൽ ഡോക്ക് ചെയ്ത ഉടനെ തന്നെ കപ്പൽ ചിറ്റഗോങ് പോർട്ടിൽ ഡോക്ക് ചെയ്ത ഉടനെ തന്നെ ഈ ഭീകരവാദികളെ സ്വിച്ച് ഇട്ടതുപോലെ കാണാതായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കപ്പലിൽ 70ലധികം അജ്ഞാതരായിട്ടുള്ള പാകിസ്ഥാനി ഭീകരവാദികളാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പോരാത്തതിന് ഈ കപ്പലിൽ ഡോക്ക് ചെയ്ത ശേഷം മണിക്കൂറുകൾക്കകം ഒരു തുമ്പും അവിടെ അവശേഷിപ്പിക്കാതെ ഇതിലെ ഭീകരവാദികൾ എല്ലാം തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെയധികം ആശങ്കാകുലരാണ്. ഇന്ത്യയിലേക്ക് കടക്കാനായി പാകിസ്ഥാനിൽ നിന്നും വന്ന ഭീകരവാദികൾ ഇതെന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത്. അതിർത്തിയിലടക്കം വമ്പൻ സുരക്ഷ ഇന്ത്യ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. പാകിസ്ഥാൻ പൗരന്മാരുടെ കപ്പലിലെ ഭീകര സാന്നിധ്യത്തെക്കുറിച്ച് ബംഗ്ലാദേശിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും തുറമുഖ ഉദ്യോഗസ്ഥരും ഒന്നും തന്നെ വിവരം ആർക്കും തന്നെ കൊടുത്തിരുന്നില്ല. അതീവ രഹസ്യമായിട്ടാണ് ഈ സംഭവം എല്ലാം ബംഗ്ലാദേശും പാകിസ്ഥാനും കൂടെ ഡീൽ ചെയ്തത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബംഗ്ലാദേശ് പൗരന്മാരെ കാണാതായ ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ അലേർട്ടായിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ചിക്കൻ നെക്ക് അഥവാ സിലിഗുറി കോറിഡോർ, അവിടെ ആ സിലിഗുറി കോറിഡോറിൽ കലാപം സൃഷ്ടിക്കാൻ വന്ന, ഇന്ത്യയിൽ ആഭ്യന്തര യുദ്ധം സൃഷ്ടിക്കാൻ വന്ന, നോർത്ത് ഈസ്റ്റിനെ മുറിച്ചെടുക്കാൻ വന്ന ഭീകരവാദികളെ നേരത്തെ തന്നെ നമ്മുടെ ഇന്റലിജൻസ് വിങ് ട്രേസ് ചെയ്തിരുന്നു, റഡാറിലാക്കിയിരുന്നു, അവരെ പിടികൂടിയിരുന്നു. ഇപ്പോഴിതാ അടുത്ത ഒരു ശ്രമം കൂടെ നമ്മുടെ രാജ്യത്തെ ലക്ഷ്യമാക്കി വരികയാണ്. ബംഗ്ലാദേശിന് പിന്നിലുള്ള മറ്റ് ഡീപ് സ്റ്റേറ്റുകൾ എല്ലാം തന്നെ ഇന്ത്യയെ രണ്ടാക്കാനുള്ള പണി തുടങ്ങിയിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റിനെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതുകൊണ്ടാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസങ്ങളിൽ നോർത്ത് ഈസ്റ്റിൽ തമ്പടിച്ച് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വേറെ കാര്യം. അമിത്ഷാ നോർത്ത് ഈസ്റ്റിൽ തമ്പടിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് 2036 അല്ലെങ്കിൽ 40 ആകുമ്പോഴേക്കും നോർത്ത് ഈസ്റ്റ് ആയിരിക്കും നമ്മുടെ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള പ്രദേശം എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അവിടെയുള്ള ഗോത്ര വിഭാഗങ്ങളെല്ലാം അമിത്ഷാ പുനരധിവസിപ്പിക്കുകയാണ്. ബ്രൂറിയാങ് ഗോത്രങ്ങൾ 25 വർഷമായി അവിടെ പാർപ്പിടവും വസ്ത്രവും ഭക്ഷണവും പോലും ഇല്ലാതിരുന്ന ഗോത്രങ്ങളെ എല്ലാം നമ്മൾ പുനരധിവസിപ്പിച്ചു കഴിഞ്ഞു. അതിഭീകരമായിട്ടുള്ള കൺസിഡറേഷൻ ആണ് നമ്മൾ നോർത്ത് ഈസ്റ്റിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അതിഭീകരമായിട്ടുള്ള സുരക്ഷയാണ് നോർത്ത് ഈസ്റ്റിന് വേണ്ടി നമ്മൾ ഒരുക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മുടെ രാജ്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റിലാണ്. നേരത്തെ ബംഗ്ലാദേശിൽ നിന്നും ഒരു സുപ്രധാനമായിട്ടുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് ബംഗ്ലാദേശ് ഇന്ത്യയുമായി ഉടക്കി പിരിഞ്ഞ ശേഷം പാകിസ്ഥാനി പൗരന്മാർക്ക് ബംഗ്ലാദേശിലേക്ക് വരാൻ വിസ ക്ലിയറൻസ് ആവശ്യമില്ല എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ട്. ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാൻ പൗരന്മാർ കയറി കഴിഞ്ഞ ശേഷം അവിടെ നിന്നും ഇന്ത്യയിലേക്ക് കടക്കാനുള്ള ആ ഒരു ശ്രമത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ അമിത്ഷാ തന്നെ നേരിട്ട് നോർത്ത് ഈസ്റ്റിലെത്തി ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ ഡ്രോണുകൾ വിന്യസിക്കുന്ന പദ്ധതി, അവിടെയുള്ള ആൾക്കാർക്ക്, അവിടെയുള്ള ജവാന്മാർക്ക് സ്നൈപ്പറുകൾ വിതരണം ചെയ്യുന്ന പദ്ധതി, വേലി കെട്ടാൻ കോടിക്കണക്കിന് രൂപ അവിടെ ചെലവാക്കുന്ന പദ്ധതി എല്ലാം നമ്മൾ കണ്ടതാണ്. അതെല്ലാം ഇത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിലെ ഭീകരവാദികളുടെ ഈ ഒരു അജ്ഞാതമായി അവരെ കാണാതായ ഈ ഒരു സാഹചര്യം ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പോരാത്തതിന് പാകിസ്ഥാനികളെ ചോദ്യം ചെയ്യുകയും അവിടെയുള്ള യാത്രയും മറ്റ് രേഖകളും ആ ചിറ്റഗോങ് എയർപോർട്ടിലെ ഒരു ഉദ്യോഗസ്ഥൻ പരിശോധിക്കാനായി ശ്രമിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥനെ മുഹമ്മദ് യൂനിസിന്റെ സ്വാധീനത്തിൽ അവിടെ നിന്നും സ്ഥലം മാറ്റിക്കളഞ്ഞു, അവിടെ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് കളഞ്ഞു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ബംഗ്ലാദേശി കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു. യൂനിസിന്റെ സ്വാധീനമുള്ള ഒരു ഉപദേഷ്ടാവാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത്. ഒരു ബംഗ്ലാദേശി ഉദ്യോഗസ്ഥനെയും അനുവദിക്കാതെ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ മാത്രമായി അവിടെ ചരക്കിറക്കി എന്നും നമുക്ക് അറിയാനായി സാധിക്കുന്നുണ്ട്. ISIയുടെ മേൽനോട്ടത്തിൽ പരിശീലനം നൽകിയ നിരവധി
തീവ്രവാദ ഗ്രൂപ്പുകളിൽപ്പെട്ട ആൾക്കാരാണ് അവിടെ വന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീവ്രവാദ ഗൂഢാലോചനകളുടെ പരമ്പര നടപ്പിലാക്കുന്നതിനായി ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിനുള്ള പ്രത്യേക നിയോഗത്തോടെ കൂടെയാണ് ഇവർ എത്തിയത് എന്നാണ് നമ്മുടെ രാജ്യം സംശയിക്കുന്നത്. എന്തായാലും നമ്മുടെ രാജ്യം കടുത്ത ആശങ്കയിലാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. പോരാത്തതിന് കനത്ത ജാഗ്രതയാണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലടക്കം ഇന്ത്യ ഇതേ തുടർന്ന് ഇട്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഒരു ഭീകരവാദിക്ക് പോലും നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ ഒരു അവസരം കൊടുക്കാതെ ബംഗ്ലാദേശിനെ ഇന്ത്യ ഡീൽ ചെയ്യുക തന്നെ ചെയ്യും എന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.